നമസ്കാരം. പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധം കത്തുകയാണ്. അടിക്ക് തിരിച്ചടി എന്ന രീതിയിൽ യുദ്ധം മുറുകുകയാണ്. US ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി ഇറാൻ ശക്തമായ ആക്രമണമാണ് നടത്തുന്നത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായതോടെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയും ഉയരുകയാണ്. ബ്രെന്റ് ക്രൂഡ് വില രാവിലെ $92 കടന്നിരിക്കുന്നു. ക്രൂഡ് ഓയിൽ വിലയിലെ കുതിപ്പ് സ്വർണ്ണവിലയെ വൻ ഇടിവിലേക്ക് നയിച്ചു. അതോടൊപ്പം എണ്ണ വിതരണ കമ്പനികൾ വിമാന ഇന്ധനത്തിന്റെ വിലയും വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. 1 മണി വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. US ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി ബഹ്റൈനിലെ US 5ാം നാവിക പടയ്ക്ക് നേരെയും പശ്ചിമേഷ്യയിലെ മറ്റ് US കേന്ദ്രങ്ങൾക്ക് നേരെയും ഇറാന്റെ ആക്രമണം. ബഹ്റൈനിലെ US 5ാം നാവിക പടയ്ക്ക് നേരെ ഡ്രോൺ ആക്രമണം നടത്തിയതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അവകാശപ്പെട്ടു. ജോർദാനിലെ US വ്യോമതാവളത്തിന് നേരെയും കുവൈറ്റിന് നേരെയും ആക്രമണം നടത്തിയതായി IRGC വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ആക്രമണം പ്രതിരോധിച്ചതായി കുവൈറ്റ് സേന അറിയിച്ചു. പോരാട്ടം തുടരുകയാണെന്നും അമേരിക്കൻ സൈന്യത്തിന്റെ അധിനിവേശം തുടർന്നാൽ ഇതിലും ശക്തമായ തിരിച്ചടികൾ ഉണ്ടാകുമെന്നും IRGC പ്രസ്താവനയിലൂടെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിന് സമീപം USന്റെ അപ്പാച്ചെ ഹെലികോപ്റ്റർ ഇറാൻ സേന വെടിവെച്ചിട്ടതിന് പിന്നാലെയാണ് ഇറാനെതിരെ അമേരിക്കൻ സൈന്യം വ്യോമാക്രമണം നടത്തിയത്. ഹോർമുസ് കടലിടുക്കിന് സമീപമുള്ള ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, ഗ്രൌണ്ട് കൺട്രോൾ സ്റ്റേഷനുകൾ, നിരീക്ഷണ റഡാർ കേന്ദ്രങ്ങൾ എന്നിവ ലക്ഷ്യമാക്കിയായിരുന്നു ആക്രമണം. US വ്യോമസേനയുടെയും നാവികസേനയുടെയും യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചായിരുന്നു ഇറാന്റെ കേന്ദ്രങ്ങൾ തകർത്തത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായതോടെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുകയാണ്. ബ്രെന്റ് ക്രൂഡ് വില രാവിലെ $92 കടന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക നീക്കങ്ങളും തുടരുന്ന സംഘർഷാവസ്ഥയുമാണ് എണ്ണവിലയിലെ പെട്ടെന്നുള്ള വർധനവിന് കാരണം. ക്രൂഡ് ഓയിൽ വിലയിലെ ഈ കുതിച്ചുചാട്ടം ആഗോള സമ്പദ് വ്യവസ്ഥയെ ഗുരുതരമായി ബാധിക്കുമെന്നും പിന്നാലെ ഗതാഗത ചെലവ് വർദ്ധിച്ച് അവശ്യ സാധനങ്ങളുടെ വില കുത്തനെ ഉയരാൻ സാധ്യതയുണ്ടെന്നും സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. എണ്ണ വിതരണ കമ്പനികൾ വിമാന ഇന്ധനത്തിന്റെ വിലയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഏവിയേഷൻ ടർബൈൻ ഇന്ധനത്തിന്റെ വില 10% വർദ്ധിപ്പിച്ചുവെന്നാണ് റിപ്പോർട്ട്. ഇതോടെ ആഭ്യന്തര വിമാന കമ്പനികൾക്കുള്ള ജെറ്റ് ഇന്ധനത്തിന്റെ വില ലിറ്ററിന് 104.93 രൂപയിൽ നിന്ന് ഏകദേശം 115 രൂപയായി ഉയരും. ഇന്ധനവില വർധനവ് വിമാനയാത്രാ നിരക്കിലും പ്രതിഫലിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പുതിയ വില സ്ഥിരതാ ശൃംഖലയുടെ കീഴിൽ നടപ്പാക്കിയ ഈ വർധന അടുത്ത 3 വർഷത്തേക്ക് മാറ്റമില്ലാതെ തുടരുമെങ്കിലും നീക്കം യാത്രക്കാർക്ക് വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഉണ്ടാക്കുക. വിമാന കമ്പനികളുടെ മൊത്തം പ്രവർത്തന ചെലവിന്റെ 60% ഇന്ധനത്തിനാണ് ചിലവാകുന്നത്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ മൂലം ഇന്ധനവില വർദ്ധിച്ച സാഹചര്യത്തിൽ എയർ ഇന്ത്യ, ഇൻഡിഗോ ഉൾപ്പെടെയുള്ള പ്രമുഖ ആഭ്യന്തര വിമാന കമ്പനികൾ ജൂൺ 1 മുതൽ തങ്ങളുടെ സർവീസുകൾ വെട്ടിക്കുറയ്ക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ്. വർദ്ധിച്ചുവരുന്ന പ്രവർത്തന ചെലവ് മുഴുവനായും ടിക്കറ്റ് നിരക്കിലൂടെ യാത്രക്കാരിൽ നിന്ന് ഈടാക്കാൻ പരിമിതികൾ ഉള്ളതിനാലാണ് പല കമ്പനികളും സർവീസുകൾ നിർത്തലാക്കുന്നത്. ഈ സാമ്പത്തിക വർഷം ശമ്പള വർധന നിരക്ക് കുറയാൻ സാധ്യതയെന്ന് ടീം ലീസിന്റെ റിപ്പോർട്ട്. EV, ഫിൻടെക്, ഹെൽത്ത് കെയർ തുടങ്ങിയ മേഖലകളിൽ കാര്യമായ വർധന പ്രതീക്ഷിക്കാമെന്നും ടീം ലീസ് സർവീസസ് പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം ചില പരമ്പരാഗത മേഖലകളിൽ ഇത്തവണ വലിയ മാറ്റങ്ങൾ പ്രകടമാണ്. കൺസ്യൂമർ ഡ്യൂറബിൾസ് രംഗത്ത് കഴിഞ്ഞ വർഷത്തെ 10.7% നിന്ന് ശമ്പള വർധനവ് 9% കുറഞ്ഞത്. എഡ്യൂക്കേഷൻ സർവീസസ് മേഖലയിൽ കഴിഞ്ഞ വർഷത്തെ 6.2% നിന്ന് ഇത്തവണ 9% വലിയ മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബാങ്കിംഗ്, BPO മേഖലകളിലും ഡിജിറ്റൽ ബാങ്കിംഗിന്റെയും സൈബർ സെക്യൂരിറ്റിയുടെയും ആവശ്യകത വർദ്ധിച്ചതോടെ ശമ്പള വർധനയിൽ നേരിയ പുരോഗതിയാണ് ദൃശ്യമായിരിക്കുന്നത്. ടെക്സ്റ്റൈൽസ്, കൺസ്ട്രക്ഷൻസ്, റിയൽ എസ്റ്റേറ്റ് എന്നിവയാണ് ഈ പട്ടികയിൽ ഏറ്റവും കുറഞ്ഞ വർധനവ് രേഖപ്പെടുത്തിയ മറ്റ് മേഖലകൾ. സമാധാനകാലത്ത് അണ്വായുധങ്ങൾ വിക്ഷേപണികളിൽ നിന്നും വേർപെടുത്തി സൂക്ഷിക്കുന്ന പതിവ് രീതിയിൽ ഇന്ത്യ മാറ്റം വരുത്തിയെന്ന് സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് റിപ്പോർട്ട്. മിസൈലുകൾ കാനിസ്റ്ററുകളിൽ സ്ഥാപിച്ച് വിന്യസിക്കുന്നത് പോലുള്ള നടപടികൾ നയം മാറ്റത്തിന്റെ സൂചന നൽകുന്നതായി റിപ്പോർട്ട് പറയുന്നു. കഴിഞ്ഞ ജനുവരി മുതലാണ് നയത്തിൽ മാറ്റമെന്നാണ് സിപ്രിയുടെ നിഗമനം. ഇടയ്ക്കിടെ പ്രതിരോധ പെട്രോളിംഗ് നടത്തുന്ന ഒരു ആണവ അന്തർവാഹിനിയിൽ ചെറിയ തോതിൽ അണ്വായുധങ്ങൾ വിന്യസിച്ചു തുടങ്ങിയിട്ടുണ്ടാകാമെന്നും റിപ്പോർട്ട് സംശയം പ്രകടിപ്പിക്കുന്നു.
കഴിഞ്ഞ വർഷം പ്രതിരോധ ആവശ്യങ്ങൾക്കായി ഏറ്റവും കൂടുതൽ പണം ചെലവിട്ട 5ാമത്തെ രാജ്യം ഇന്ത്യയാണ്. 9,210 കോടി ഡോളറാണ് ചിലവിട്ടത്. US, ചൈന, റഷ്യ, ജർമ്മനി എന്നീ രാജ്യങ്ങളാണ് ഇന്ത്യക്ക് മുൻപിലുള്ളത്. NDA സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷത്തെ പ്രധാന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ക്ഷേമ പദ്ധതികൾ, അടിസ്ഥാന സൌകര്യ വികസനം, നികുതി ഇളവുകൾ, സ്ത്രീ ശാക്തീകരണം, ദേശീയ സുരക്ഷാ സംരംഭങ്ങൾ തുടങ്ങിയ നേട്ടങ്ങളാണ് പ്രധാനമന്ത്രി ഉയർത്തിക്കാട്ടിയത്. ക്ഷേമ പദ്ധതികൾ വഴി 81 കോടിയിലധികം ആളുകൾക്ക് സൌജന്യ ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കുന്നുണ്ട്. PM ആവാസ് യോജന വഴി 4 കോടിയിലധികം വീടുകളുടെ നിർമ്മാണം, ഉജ്ജ്വൽ പദ്ധതി വഴി 10.5 കോടിയിലധികം LPG കണക്ഷനുകളുടെ വിതരണം, രാജ്യത്തുടനീളം 12 കോടിയിലധികം ശൌചാലയങ്ങളുടെ നിർമ്മാണം എന്നിവയും മോദി ചൂണ്ടിക്കാട്ടി. ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കുക എന്ന ലക്ഷ്യം നേടുന്നതിനായി സേവനം, സദ്ഭരണം, സമൃദ്ധി എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് തന്റെ സർക്കാർ തുടർന്നും പ്രവർത്തിക്കുമെന്നും മോദി എക്സിൽ കുറിച്ചു. ഈ അധ്യയന വർഷത്തിന്റെ ഭാഗമല്ലാത്ത കാലയളവിൽ MBBSന് ഫീസ് ഈടാക്കുന്നത് ഒഴിവാക്കണമെന്ന ദേശീയ മെഡിക്കൽ കമ്മീഷൻ നിർദ്ദേശം എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമായതിനാൽ കേരളത്തിന്റെ മെഡിക്കൽ കോളേജുകൾക്കും മാത്രമായി ഇളവിന് സാധ്യതയില്ല. ഏപ്രിലിൽ തന്നെ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കമ്മീഷൻ എല്ലാ സംസ്ഥാനങ്ങൾക്കും മെഡിക്കൽ കോളേജുകൾക്കും കത്തയച്ചിരുന്നു. 4.5 വർഷം ക്ലാസ് റൂം പഠനവും 1 വർഷം ഇന്റേൺഷിപ്പുമാണ് MBBS കോഴ്സിലുള്ളത്. എന്നാൽ 5 വർഷത്തേക്കുള്ള ഫീസ് വാങ്ങുന്നുവെന്നാണ് പരാതി. 4.5 വർഷത്തെ ഫീസ് മാത്രമേ ഈടാക്കാവൂ എന്ന നിർദ്ദേശം പാലിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ കമ്മീഷന് നടപടി സ്വീകരിക്കാൻ കഴിയും. 2019 NMC നിയമത്തിന് വിരുദ്ധമായി പണം ഈടാക്കുന്നെന്ന് കാണിച്ച് രക്ഷിതാക്കൾ നൽകിയ പരാതിയെ തുടർന്നാണ് കേരളത്തിലെ ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷന് NMC വീണ്ടും കത്തയച്ചത്. സ്ത്രീകളുടെ സൌജന്യ യാത്രാ പദ്ധതിക്കായി സർക്കാർ KSRTCക്ക് മുൻകൂർ പണം നൽകേണ്ടി വരും. സൌജന്യ യാത്ര നടപ്പാക്കുന്നതോടെ പ്രതിദിന വരുമാനത്തിലുണ്ടാകുന്ന കുറവ് സർവീസുകളെ ബാധിക്കാതിരിക്കാനാണിത്. പ്രതിദിന ഇന്ധന ചെലവ് 3.5 കോടി രൂപ വരെയാണ്. പ്രതിദിന വരുമാനം 7.5 കോടിയാണെന്ന് കരുതിയാലും പകുതി തുക ഇന്ധനത്തിന് തന്നെ മാറ്റിവെക്കണം. കുടിശ്ശിക കൊടുത്തു തീർക്കാതെ എണ്ണ കമ്പനികൾ ഇന്ധനം നൽകില്ല എന്നതിനാൽ ഓരോ സൌജന്യ ടിക്കറ്റിനും കോർപ്പറേഷൻ അക്കൌണ്ടിൽ പണം എത്തുന്നുണ്ടെന്ന് സർക്കാരിന് ഉറപ്പാക്കേണ്ടി വരും. ഓർഡിനറി ബസ്സുകളിൽ മാത്രം പദ്ധതി നടപ്പാക്കുമ്പോൾ 57 കോടി രൂപയാണ് പ്രതിമാസം നൽകേണ്ടത്. രാജ്യത്തെ റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് രംഗത്ത് മാറ്റത്തിനൊരുങ്ങി ഇന്ത്യൻ റെയിൽവേ. നിലവിലുള്ള ടിക്കറ്റ് ബുക്കിംഗ് സംവിധാനം കൂടുതൽ ജനസൌഹൃദവും ആധുനികവൽക്കരിക്കുന്നതിന്റെ ഭാഗമായാണ് നവീകരിച്ച പാസഞ്ചർ റിസർവേഷൻ സിസ്റ്റം ഓഗസ്റ്റ് മുതൽ ഘട്ടം ഘട്ടമായി നടപ്പിലാക്കി തുടങ്ങുന്നത്. 1986 മുതൽ റെയിൽവേ ഉപയോഗിച്ചു വരുന്ന പഴക്കമേറിയ പ്ലാറ്റ്ഫോമിന് പകരമായാണ് പൂർണ്ണമായും അത്യന്താധുനിക ഡിജിറ്റൽ സംവിധാനങ്ങളോടെയുള്ള പുതിയ പതിപ്പ് അവതരിപ്പിക്കുന്നത്. ടിക്കറ്റ് ബുക്കിംഗ് ശേഷി വർദ്ധിപ്പിക്കുക, ഉയർന്ന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ യാത്രാക്ലേശം കുറയ്ക്കുക എന്നിവയാണ് പതിറ്റാണ്ടുകളിലെ ഏറ്റവും വലിയ റെയിൽവേ പരിഷ്കരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. പുതിയ സംവിധാനം നിലവിൽ വരുന്നതോടെ ഒരേ സമയം ലക്ഷക്കണക്കിന് യാത്രക്കാർക്ക് തടസ്സമില്ലാതെ വേഗത്തിൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ സാധിക്കും. പുതിയ റിസർവേഷൻ സംവിധാനത്തിലേക്കുള്ള മാറ്റം വളരെ സുതാര്യമായിരിക്കണമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ഇതോടുകൂടി 1 മണി വാർത്ത സമാപിക്കുകയാണ്. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം മാർക്കറ്റ് അപ്ഡേറ്റ്സ് കാണാം. നമസ്കാരം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.